മേയർ സ്ഥാനം നൽകാത്തതിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ ശ്രീലേഖ തന്നെ മേയറാക്കാമെന്ന് നേതൃത്വം വാഗ്ദാനം നൽകിയിരുന്നു. തീരുമാനം മാറിയത് അവസാന നിമിഷമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. പാർട്ടി പറഞ്ഞാലും വട്ടിയൂർക്കാവിലോ മറ്റു മണ്ഡലങ്ങളിലോ മത്സരിക്കാൻ താനില്ലെന്നും ആർ ശ്രീലേഖ വ്യക്തമാക്കി. പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു, അത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനിടെ തിരുവനന്തപുരം മേയർ സ്ഥാനം ലഭിക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കിയതിനു പിന്നാലെ മാധ്യമങ്ങളെ പഴിച്ച ആർ ശ്രീലേഖ രംഗത്തെത്തുകയും ചെയ്തു. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഈ അതൃപ്തി പ്രകടമാക്കിയത് പരസ്യമായി തന്നെയാണ്, അത് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പഴി, അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുമുണ്ട്. റിനു, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ FB പോസ്റ്റിൽ പറയുന്നത്? ഇന്ന് രാവിലെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് ആർ ശ്രീലേഖ പരസ്യമായി BJP നേതൃത്വത്തിനെതിരെ ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചത്. തുടർന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ പ്രതികരണം ആരായുമ്പോൾ ഓഫീസിന് മുന്നിൽ വെച്ച് അവർ കൃത്യമായി പറയുകയും ചെയ്തു, മേയറാക്കും അല്ലെങ്കിൽ മേയറാക്കാം എന്നുള്ള ഒരു ഉറപ്പ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടർന്നാണ് കൗൺസിലറായി മത്സരിച്ചത്. തൻ്റെ മുഖം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് BJP വോട്ട് തേടിയതും വിജയിച്ചതും. പക്ഷേ ഏതോ ഒരു കാരണത്താൽ അവസാന നിമിഷം തന്നെ മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി BJP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് തന്നെയാണ് ഒരു വിമർശനാത്മകപരമായി ആർ ശ്രീലേഖ ഉന്നയിച്ചത്. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വാർത്തയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. VV രാജേഷ് ഉൾപ്പെടെ അതിൽ നിന്ന് ഒരു മറുപടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അല്പസമയം മുമ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാധ്യമങ്ങളെ പഴിചാരി ശ്രീലേഖ രംഗത്ത് എത്തിയത്. മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഈ വാർത്തയാണെന്ന് എന്നുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.